ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ടീ കേക്ക് ആണ്. അപ്പൊ 4 മണിക്ക് ചായയോടൊപ്പം എല്ലാവർക്കും എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം കാണത്തില്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ടീ കേക്ക് തയ്യാറാക്കിയാലോ? അതും ബീറ്ററും ഓവനും ഒന്നും ഇല്ലാണ്ട് തന്നെ വെറും 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ അതിനു മുമ്പ് ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും തരണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ടീ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എന്താണോ സൗകര്യം അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മിക്സി ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ സിമ്പിളായിട്ടുള്ള ടീ കേക്ക് ആയതുകൊണ്ട് ഇന്നിവിടെ ബീറ്ററൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ എടുത്തു. ഇനി നമുക്കിതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. ഒരു 1/2 കപ്പ് ഷുഗറോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റിന് മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഷുഗറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ടീ കേക്ക് ആകുമ്പോൾ നമുക്ക് ചിലർക്ക് ഷുഗർ വേണ്ട, ഇഷ്ടമില്ലാത്തവർ കാണും, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തവർ കാണും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഷുഗറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം ഞാനിവിടെ കുട്ടികളൊക്കെ ആർക്കും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഒരു 1/2 കപ്പ് ഷുഗറോളം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഷുഗർ നന്നായിട്ട് പൊടിച്ചിട്ട് തന്നെ വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഷുഗറും എഗ്ഗും ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അടുത്തത് ചേർക്കേണ്ടത് ബട്ടറാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ വേണ്ടവർക്ക് അത് ചേർക്കാം, പിന്നെ ഒലിവ് ഓയിൽ ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വേണ്ടേ കേക്കിന്, അപ്പോൾ അത് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അരിപ്പ വെക്കുകയാണ്. ഇനി നമുക്ക് 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഷുഗർ എടുത്തു, അപ്പോൾ 1 കപ്പ് മൈദ വേണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർക്കണം, 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കണം, പിന്നെ ഒരു പിഞ്ച് സാൾട്ടും ചേർക്കണം. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടാവണം എന്നല്ല, ഒരു പിഞ്ച് ചേർത്താൽ മതി. ഒരുപാട് ചേർത്താൽ കേക്കിന് ഒരു ടേസ്റ്റും കാണത്തില്ല. അതുകൊണ്ടാണ് ഇതിനി നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ഇത് ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടഞ്ഞാൽ മതി. ഇതിപ്പം ഞാനൊരു 2 പ്രാവശ്യം ഒന്ന് ഇടഞ്ഞെടുത്തതാണ്. എന്നിട്ട് നമുക്ക് 3ാമത്തെ പ്രാവശ്യത്തിന് വേണ്ടിയിട്ടൊന്ന് സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, എഗ്ഗും ഷുഗറും ബട്ടറും എല്ലാം കൂടി, അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള എസൻസ് നമുക്കിതിൽ ചേർക്കാം. ഞാൻ സ്ട്രോബെറിയുടെയാണ് ചേർക്കുന്നത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലൊന്ന് മാറണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇത്തിരി ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ബട്ടറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി ഇതൊരു കുറച്ച് തിക്കായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇനി കുറേശ്ശെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല. ഇതൊന്ന് ലൂസ് ആകുന്നിടം വരെ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. എന്നിട്ട് ഞാനിനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പം ടീ കേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഷുഗറുകാർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഈ ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇട്ടാൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ കേക്ക് മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രേ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ടർ ഷീറ്റൊക്കെ വെച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം. റൗണ്ടിലെ ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ മിക്സ് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ എയർ ബൗൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ കടായി ഓവൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 10 മിനിറ്റ്സ് ആയി വെച്ചിട്ട്. നമ്മളെപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു റിങ് അടിയിൽ വെക്കണം, ഇല്ലെങ്കിൽ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകും. ഇതില്ലാത്തവരാണെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചാലും മതി. അപ്പം നമുക്കിതിനെ ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്യാം, എന്നിട്ട് ഫ്ലെയിം കുറയ്ക്കാം. ഇനി നമുക്കൊരു 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലൊരു ദോശക്കല്ല് എപ്പോഴും വെച്ചിട്ട് വേണേ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ കടായി വെക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ 40 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി കഴിഞ്ഞോ എന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിനി നമുക്ക് പുറത്തേക്ക് ഇങ്ങ് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ടീ കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇതിനി ഒന്ന് തണുത്തിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസി ആയിട്ട് ടീ കേക്ക് റെഡിയാക്കാമെന്ന്. ആ ബേക്ക് ചെയ്യാനെടുക്കുന്ന ആ ടൈം മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ. അപ്പോൾ ഓവൻ ഇല്ലാത്തതുകൊണ്ട് ഇനി ആരും കേക്കൊന്നും റെഡിയാക്കുന്നില്ലെന്ന് കംപ്ലൈൻ്റ് ഒന്നും പറയണ്ട. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കടായിലോ നമ്മുടെ ഇഡലി പാത്രത്തിലോ എന്തിലും വേണേലും നമുക്കിപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലോ. ഇതിപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ചായയോടൊപ്പം കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.